ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു അൺബോക്സിങ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ്ഫോണാണ്. കണ്ടില്ല ഗൈസ്, ഇങ്ങനെയാണ് ഗൈസ്, ഒരു ഹെഡ്ഫോണാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ യൂസിന് വാങ്ങിയതാണ്. ഇത് പ്രൊമോഷനേ അല്ല, പെയ്ഡ് പ്രൊമോഷനേ അല്ല. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. സോ ഗൈസ്, അതോടൊപ്പം തന്നെ ചെറിയതായിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മാറ്റിയതല്ല, അല്ലാതെ വീഡിയോയുടെ ടെറസിൻ്റെ ഉണ്ടെങ്കിൽ രാത്രി വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്, അതായത് സെബ്രോണിക്സിൻ്റെ വയർലെസ് ഹെഡ്ഫോൺ ZDB തണ്ടർ ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തതാണ്. ഞാൻ അൺബോക്സ് ചെയ്തല്ല, അല്ലാതെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അപ്പം കൊണ്ടുവന്ന ആള് അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഏകദേശം ഒരു മണിക്കൂർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് വന്നതാണ്. ഇപ്പം തന്നെ ഒരു സമയം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഡീറ്റെയിൽ റിവ്യൂ ആണ്. ഞാൻ ഇപ്പം ഒരു മണിക്കൂർ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഇപ്പം ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേര് സെബ്രോണിക്സ് കമ്പനിയുടെ സാധനമാണ്. അപ്പോൾ കണ്ടില്ലേ, ബോക്സ് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അവിടെ ഒരു QR കോഡ് ഉണ്ട്, നിങ്ങൾ സ്കാൻ ചെയ്യേണ്ട കേസ്. ാണില്ലേ, ഈ കളറല്ല വാങ്ങിയിട്ടുള്ളത്, ബ്ലാക്ക് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ക്വാളിറ്റി കൊള്ളാം. വേറെ എനിക്ക് ഒന്നും വന്നിട്ടില്ല. എല്ലാ സ്റ്റിക്കറും എല്ലാം ഇതിൻ്റെ പുറത്താണ് ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇതിൻ്റെ പുറത്ത് ഫ്ലിപ്കാർട്ടിൻ്റെയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തതായിരുന്നു കേട്ടോ. വേറെ ഒരു ബോക്സ് ഒന്നും ഇല്ലായിരുന്നു. ഇതിൽ തന്നെയാണ് സ്റ്റിക്കറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂസർ മാനുവൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇതിൽ. പിന്നെ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുക. കണ്ടില്ലേ, ഒരു ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹെഡ്ഫോൺ കാണാൻ പറ്റും. ഇപ്പം കഴുത്തിയിരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ ഓക്സ് കേബിളും പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ചാർജിങ് ഒരു കേബിളും കാണാനായിട്ട് പറ്റും. ആണ് കേട്ടോ ഇത്, ഓക്സ് കേബിൾ. കൊള്ളാം, കുറച്ച് ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല. ഇത് നമ്മുടെ സാധാ ചാർജർ ഒക്കെ വരുമല്ലോ, സാധാ മൊബൈൽ ചാർജറിൻ്റെ അത് തന്നെയാണ്, ടൈപ്പിൻ്റെയാണ്. ഇത് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നില്ല, അതിപ്പം ഇതിനകത്തിരിക്കട്ടെ. നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഈ പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ ബട്ടൺ വരുന്നത് നമുക്കിവിടെയാണ് കേട്ടോ. ഈ ലോഗോയുടെ താഴെ തന്നെയാണ് അതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. അതിൻ്റെ ഓട്ടത്തിൽ തന്നെ അതിൻ്റെ സൈഡ് ബേസിൽ തന്നെ നമുക്ക് ചെറിയൊരു പോർട്ട് കാണാനായിട്ട് പറ്റും. അതിൽ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇട്ടിട്ട് പാട്ട് കേൾക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ പാട്ട് മാറ്റാനും ബാക്കോട്ടും ഫ്രണ്ടോട്ടും പോകാനായിട്ടുള്ള 2 സ്വിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ലോങ് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് FM-ന്റെ ശബ്ദം കേൾക്കും. അപ്പോൾ അത് റേഞ്ച് ഉള്ളിടത്ത് പോയാൽ നമുക്കത് FM കേൾക്കാനായിട്ട് വരും കേട്ടോ. ഞാൻ ഇത് ട്രൈ ചെയ്ത്, ഇവിടെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മുടെ FM-ന്റെ ഒരു ഷൂ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് മാത്രം ഇതിൽ പ്രസ് ചെയ്തപ്പം കേട്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ മൈക്കിൻ്റെ ഒരു ചെറിയൊരു മുട്ടുസൂചി പോലത്തെ ഒരു പൊത്ത അവിടെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ചാർജിങ് അഡാപ്റ്ററിൻ്റെ ടൈപ്പിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഓക്സ് കേബിളിൻ്റെ അതും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു പൊത്ത വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 മൈക്കായിരിക്കും. പിന്നെ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. അതോടൊപ്പം തന്നെ ഇവിടെ കുഷ്യനുണ്ട്, ഇവിടെയും കുഷ്യനുണ്ട്, ഇവിടെയും കുഷ്യനുണ്ട്. ഇത് നമ്മുടെ ചെവി അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ വരുമ്പം നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ മതി, 2 സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വയ്ക്കുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പം കണ്ടില്ലേ, കയറിയാണ് നിൽക്കുന്നത്. എനിക്കൊരു ചെറിയൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് 2 സൈഡും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ചെയ്യാം. ഇത് ഒരു ഇതുമില്ല. ഓക്കെ ഗൈസ്, ഇപ്പം സെറ്റായിട്ടുണ്ട്, ഒരു കംഫർട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാട്ട് എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഒരു പാട്ട് ഇടട്ടെ. കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അവിടെ ലോങ് പ്രസ് ചെയ്താൽ മതി. ലോങ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു നീല ലൈറ്റ് എത്തും. പിന്നെ നമ്മുടെ മൊബൈൽ എടുക്കുക, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കുക, പെയർ ചെയ്യുക. ഞാനിപ്പം കണക്ട് ചെയ്ത് നോക്കിയാണ്.
ഞാൻ ഈ മൊബൈലിൽ കണക്ട് ചെയ്തത്. ഞാൻ S23 നേരത്തെ കണക്ട് ചെയ്തത്. അതിലാണ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത്. വന്നില്ലല്ലോ ഗൈസ്. വരും, പിടിയത്. ഗൈസ് അങ്ങനെ പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതില് എനിക്ക് വെളിയിൽ കിടക്കണ ഒന്നും അറിഞ്ഞൂടാ. റോഡ് സൈഡിലാണ് നിൽക്കണേ. അപ്പം അതിന്റെ സൗണ്ട് ഒന്നും എനിക്കിപ്പം ഇതിൽ കൂടെ കേട്ടുകൂടാ. കുഴപ്പമില്ല. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 800 രൂപയാണ്. അപ്പോൾ 800 രൂപയ്ക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ഒരുവിധം ബാസും ഒക്കെയുള്ള സാധനം തന്നെയാണ്. പിന്നെ ഇത് ചാർജിങ് ചെയ്യാനായിട്ട് നമ്മുടെ C ടൈപ്പ്, നമ്മുടെ നോർമൽ ഇതുണ്ടല്ലോ, കേബിളിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ഇടാം. ഞാനിപ്പം അരമണിക്കൂർ എന്തോ ഇട്ടിട്ടാണ് ഇപ്പം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള സാധനം തന്നെയാണ്. പിന്നെ ഇത് വാങ്ങും എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് പഴയ പ്രോഡക്റ്റാണ്. നമ്മൾ ഏകദേശം ഒരു 4 കൊല്ലം മുമ്പെന്തോ ഇറങ്ങിയ സാധനമാണിത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റ് ചെയ്ത് എടുക്കുക. ഇപ്പം എൻ്റെ ബഡ്ജറ്റിൽ ഇത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ ബഡ്ജറ്റിലും അതോടൊപ്പം തന്നെ എൻ്റെ യൂസിനും ഇത് ബെറ്ററാണ്. കാരണം ഞാൻ ഇത് മെയിനായിട്ട് പാട്ട് കേൾക്കാനായിട്ടല്ല യൂസ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. കാരണം ഞാൻ ഇപ്പം വയർലെസ് മൈക്ക് ഇത് ഈ സാധനം ഇപ്പം കണക്ട് ചെയ്തതിന് അതിൽ കണക്ട് ചെയ്യാനാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ഓക്സ് കേബിൾ ഉണ്ട്. അതോടൊപ്പം മൈക്കിലും ഓക്സ് കേബിളിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, പോർട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീവറിലും അതേപോലെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് സാധനം വാങ്ങിച്ചത്. അല്ലാതെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വേറെ ഹെഡ്സെറ്റ് ഉണ്ട്. പാട്ട് വേണമെങ്കിൽ കേൾക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളതാണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മൈക്ക് വെച്ച് യൂസ് ചെയ്തില്ല. അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നേരത്തെ ഓക്സ് കേബിൾ എടുക്കാം. ഇത് ലെങ്ത് ഉണ്ട് കേട്ടോ. ലെങ്ത് കൊണ്ട് ഇത് കട്ടിയില്ല. ഈ വയർ കട്ടിയില്ല, പക്ഷെ ലെങ്ത് ഉണ്ട്. 1 മീറ്റർ ലെങ്ത് ഉണ്ട്. പവർ ഓൺ ആക്കുക. ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹലോ എനിക്കിതിൽ കേൾക്കാം കേട്ടോ. ആ മൈക്കിൽ നിന്ന് സൗണ്ട് ചെറുതായിട്ട് നമുക്ക് ഇവിടെ കാണാനല്ല കേൾക്കാൻ പറ്റും ഗൈസ്. ഹലോ കുഴപ്പമില്ല കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതടിച്ചില്ലേ, അതും ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. ഞാൻ വേറെ യൂസ് ചെയ്തല്ലേ, സാധാ നമ്മുടെ ഹെഡ്സെറ്റ് യൂസ് ചെയ്തപ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്ത്. പക്ഷെ ഇതില് അത്യാവശ്യം കുഴപ്പമില്ല. അത്ര വലിയ ലാഗ് ഇല്ല, ചെറിയ ലാഗ് ഉണ്ട്. പക്ഷെ അതിലാണെങ്കിൽ ഞാൻ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൽ കേൾക്കുന്നത്. അപ്പൊ ഇതിൽ ചെറിയൊരു ലാഗ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഇനി ഇത് ഓക്സ് കേബിളിൽ പാട്ടിയായിട്ട് നോക്കണം. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൗണ്ട് ഉണ്ട് കേട്ടാ. നിങ്ങൾ ഇതിലൂടെ കേൾക്കണമെന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഗൈസ്? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഗൈസ്. അങ്ങനെ ഇതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ല. ഈ 800 രൂപ റേഞ്ചിൽ നിങ്ങൾ വേറെ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ബോട്ടും അതുകൊണ്ട് JBL ഒക്കെ ഒരു 1000 രൂപ മുകളിൽ ഒരു നല്ലത് കിട്ടും. ഇത് ഒരു 4 കൊല്ലം മുമ്പെന്തോ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇതേപോലെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. അല്ലാതെ പാട്ട് കേൾക്കാനായിട്ട് കുഴപ്പമില്ല. പിന്നെ ഇത് ചിലവർക്ക് ഇത് വെച്ച് വരുമ്പം ചെവി വേദനിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തതും എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പം വെച്ചതിന് ശേഷം കുഴപ്പമില്ല. ഇനി തുടർന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അതിന്റെ ആഫ്റ്റർ റിവ്യൂ ഞാൻ ഇപ്പം ചെയ്യും. ഇപ്പം ഫസ്റ്റ് ടൈം ഇംപ്രഷൻ റിവ്യൂ ആയിരുന്നു ഞാൻ ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കണ്ടപ്പം കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഈ 800 രൂപ റേഞ്ചിൽ വാങ്ങാനായിട്ട് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിന്റെ പല കളറും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലുണ്ട്, ആമസോണിലുണ്ട്, കയറി വാങ്ങാം. ഇത് പെയ്ഡ് പ്രൊമോഷനെ ഒന്നും അല്ല, ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം ടെക് വീഡിയോയും ലൈഫ് സ്റ്റൈൽ വ്ലോഗും വീക്കെൻഡ് വ്ലോഗ് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.